ധ്യാനിക്കുന്നത് പാസ്റ്റർ അജീഷ് പി മാത്യു, പാസ്റ്റർ നാഗ്പൂർ IPC ശാലേം ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. മഹാരാഷ്ട്രയില് സ്തോത്രം. കോട്ടയത്തുള്ള കോട്ടയം ചർച്ചിൽ വരുന്ന തോമസ് ഊട്ടിച്ചാന്റെ ഒരു നെവ്യൂ ആണ്. ദൈവം ശക്തമായി പാസ്റ്ററിനെ അവിടെ പ്രയോജനപ്പെടുത്തുമെന്ന് അറിഞ്ഞതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവവേല തന്നെ മുഖ്യമെന്നറിഞ്ഞ ദൈവവേലയ്ക്ക് തന്നെ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്ന ദൈവദാസന്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. എനിക്കും കൂടുതലൊന്നും അറിയാൻ മേല. ഞങ്ങൾ വളരെ ചുരുക്കമായി പരിചയപ്പെട്ടു. എന്നാൽ ശക്തമായ ദൈവവചനം ധ്യാനിക്കുന്ന ദൈവദാസനാണെന്ന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെയാകാം. പാസ്റ്റർ, ഇറ്റ് ഈസ് യുവർ ടൈം നൗ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ശബ്ദം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ഈ സായാഹ്ന വേളയിൽ ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാൻ, ദൈവത്തിന്റെ പാദപീഠ വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ ലഭിക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അബണ്ടന്റ് ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ഇതുവരെയും മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഫൗണ്ടർ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ CK ജോണിക്കുട്ടി അവറുകൾ, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എബ്രഹാം പാസ്റ്റർ അവറുകൾ, അപ്പോൾ തന്നെ എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ തോമസ് ഊട്ടിച്ചാനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് നമ്മൾ ഈ സായാഹ്ന വേളയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഈ മനോഹര നിമിഷം നമുക്ക് നൽകി തന്നുവല്ലോ. ദൈവദാസൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നാഗ്പൂർ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല അവിടെ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ നാഗ്പൂർ ഡിസ്ട്രിക്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ട്, അപ്പോൾ തന്നെ അതിനടുത്തുള്ള യവത്മാൽ എന്ന ഡിസ്ട്രിക്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവജനത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി ഹല്ലേലൂയ അപേക്ഷിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസൻ സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യ സമയത്തിനുള്ളിൽ തന്നെ ദൈവവചന ചിന്തകൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സ് 38. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വേദഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. വളരെ പ്രാർത്ഥനയോടെ ഈ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തല ഭാഗം നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഒരിക്കൽ പത്രോസും യോഹന്നാനും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഒറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട്
അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യ പശ്ചാത്തലമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്തിനുള്ളത്. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ ചിലരൊക്കെ ചുമന്നുകൊണ്ട് വന്നുകൊണ്ട് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് അവനെ അവിടെ കൊണ്ട് ഇരുത്തുന്നത്? ആമേൻ, ആ വഴിയായി കടന്നു വരുന്നവരോട് ഭിക്ഷ ചോദിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വ്യക്തിയെ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ആത്മീയ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ വ്യക്തി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇവനെ ചിലരൊക്കെ ചുമന്നുകൊണ്ട് വന്ന് ആ ദേവാലയത്തിന്റെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുവാൻ വേണ്ടി ഇരുത്തുകയാണ്. ആമേൻ, അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഭിക്ഷ ചോദിക്കുമ്പോൾ ആമേൻ അവന് ലഭിക്കുന്ന ചെറിയ നാണയത്തുട്ടുകളായിരിക്കാം. അതെല്ലാം കൂടെ അവൻ സ്വരുക്കൂട്ടിക്കൊണ്ട് ആമേൻ വൈകിട്ട് അവൻ പാർക്കുന്ന ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ദിവസം വേണമെങ്കിൽ അവന്റെ ആവശ്യത്തിന്, അവന്റെ ആഹാരത്തിന് അത് ഉതകുമായിരിക്കാം. ആ ദിവസം അവൻ തൃപ്തിപ്പെട്ട് അവന്റെ ജീവിതം അങ്ങനെ തീർക്കുവാൻ ഇടവരും. എന്നാൽ അടുത്ത ദിവസം വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? പഴയ അവസ്ഥയിലേക്ക് അവനെ ചിലരൊക്കെ ചുമന്നുകൊണ്ട് വന്ന് ആ ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ ചോദിക്കുവാൻ വേണ്ടി ഇരുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവന്റെ ശരീരത്തിന്റെ ബലഹീന വശം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അതിനപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ ചോദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ട് എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ലോകത്തിൽ നിന്ന് അവന് ലഭിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അത് ആ ദിവസത്തെ അവന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് ഉതകുന്നതാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു തൃപ്തി മാത്രമേ അവന്റെ ജീവിതത്തിനകത്തുണ്ടാകുന്നുള്ളൂ. ആമേൻ, നിലനിൽക്കുന്ന ആത്യന്തികമായ ഒരു വിടുതല് അവന് സംഭവിക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് പത്രോസും യോഹന്നാനും ആ വഴിയായിട്ട് കടന്നു വരുന്നത്. അവരെയും നോക്കി സാധാരണ അവൻ ചെയ്യുന്നത് പോലെ ഭിക്ഷ ചോദിക്കുവാൻ ഇടവന്നപ്പോൾ പത്രോസ് യോഹന്നാനോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്: വെള്ളിയും പൊന്നും എന്റെ കൈവശമില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിലുള്ളത് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ നിമിഷത്തിൽ തന്നെ അവന്റെ കാലിന്റെ നരിയാണി ഉറച്ചിട്ട് അവൻ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ആമേൻ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് ആമേൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ, ഇതിനകത്തെ ആത്മീയ ചിന്തയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഈ വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ബലഹീനത അവന്റെ പ്രതീക്ഷകൾക്ക് പരിധി വെക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിന്റെ ശാരീരികമായ ബലഹീനത, പ്രൈസ് ദി ലോർഡ്, അവന്റെ സന്തോഷങ്ങൾക്ക് പരിധി വെക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിലൂടെ അവന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു താൽക്കാലികമായ സന്തോഷമായിരുന്നില്ല, മറിച്ച് നിലനിൽക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയായി അവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനിയും ആ വ്യക്തി സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ പോയിരുന്ന് ഭിക്ഷ ചോദിച്ചാൽ ആരെങ്കിലും ഭിക്ഷ കൊടുക്കുമോ? ഇല്ല. കാരണം എന്താണ്? അവന്റെ കാലുകൾക്ക് സൗഖ്യമുണ്ടായി, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടായി, അവന്റെ അവസ്ഥയിൽ മാറ്റം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് അവൻ ഇനി പോകുവാൻ കഴിയത്തില്ല. അവന്റെ സന്തോഷത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ലോകത്തിൽ നിന്ന് എന്തെങ്കിലും അവന് ലഭിക്കുമ്പോൾ ആ സന്തോഷത്തിന്റെ അവസാനം അന്ന് രാത്രി വരെയാണ്. അതിന്റെ അടുത്ത ദിവസം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വരിക. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ അവന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചപ്പോൾ അത് നിലനിൽക്കുന്ന ഒരു വിടുതലും നിലനിൽക്കുന്ന ഒരു സന്തോഷവുമായി തീരുവാൻ ഇടവന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സായാഹ്ന വേളയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവ മക്കളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ആത്മീയ ചിന്ത നമ്മുടെ
ജഡത്തിന്റെ ബലഹീനതകൾ നീക്കപ്പെടുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന വിടുതലുകളെ കാണുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ശക്തമായിട്ട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഒരു ശാരീരിക ബലഹീനതയാണ്. എന്നാൽ ആ ശാരീരിക ബലഹീനതയിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് നമ്മുടെ ജഡത്തിന്റെ ആത്മീയ മനുഷ്യന്റെ, ഹല്ലേലൂയ, ബലഹീന വശങ്ങൾ പരിഹരിക്കപ്പെടാത്തോടത്തോളം കാലം ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ടും നമുക്ക് പലതും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്ന് വ്യക്തമായിട്ട് ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ, ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഏകാഗ്രതയോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് എന്റെ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് എത്ര പേർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്താ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നത്? എന്താണ് അത്രയും പ്രതീക്ഷിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ബലഹീനതയുണ്ട്, കുറവുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സായാഹ്ന വേളയിൽ വചനം നമ്മുടെ ഹൃദയങ്ങളോട് ശക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ബലഹീനതയൊന്ന് പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിലനിൽക്കുന്നത് ചിലത് ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബലഹീനത പരിഹരിക്കപ്പെടുന്നത്? അവിടെ ശാരീരിക ബലഹീനതയാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു വിടുതൽ അവിടെ സംഭവിച്ചത്. കാരണം ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തമായിട്ട് അറിയാം, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ജീവിതങ്ങളുടെയും ഏത് മേഖലകളിലാണ് വിടുതൽ സംഭവിക്കേണ്ടത്, ഏത് മേഖലകളിൽ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാമെന്ന് ദൈവ സാന്നിധ്യത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് കാണാൻ ഒരുമിച്ച് കഴിയുന്നില്ല, ഒരു ഫ്രെയിമിൽ എല്ലാവരെയും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ചിന്ത, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ബലഹീനതകൾ പരിഹരിക്കപ്പെടുവാൻ നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ദൈവം തന്നിരിക്കുകയാണ്. ഇതിനകത്ത് എത്ര പേര് കൂടി വന്നു എന്നുള്ളതല്ല, നമ്മൾ കൂടി വന്ന ഈ മീറ്റിംഗിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. കർത്താവിന്റെ സാന്നിധ്യം ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വെളിപ്പെടുന്നത് കേവലം നാഗ്പൂരിൽ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന്റെ വാക്കുകളല്ല, മറിച്ച് ഇതൊരു ദൈവത്തിന്റെ വചനമാണെന്ന് ഏറ്റെടുക്കുവാൻ ഹൃദയങ്ങളെ ഇടവരുന്നുവെങ്കിൽ, സമർപ്പിക്കുവാൻ ഇടവരുന്നുവെങ്കിൽ, അവിടെ വചനം അകത്തളങ്ങളിൽ പരിവർത്തിച്ചുകൊണ്ട് ചില വിടുതലുകൾ ഇന്ന് വെളിപ്പെടുത്തി എടുക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം തെസ്സലോനിക്യ സഭയിലേക്ക് വചനം വെളിപ്പെട്ടപ്പോൾ അവര് പൗലോസിന്റെ വചനമായിട്ടല്ല എടുത്തത്, മറിച്ച് ദൈവത്തിന്റെ വചനമായിട്ട് അവർ സ്വീകരിച്ചു. അപ്പോൾ ആ വചനം അവരിൽ വ്യാപരിക്കുവാൻ ഇടവന്നു. വചനം അവരിൽ വ്യാപരിച്ചപ്പോൾ വചനത്തിനകത്ത് ദൈവശക്തിയുണ്ട്, വചനത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, വചനത്തിനകത്ത് ദൈവിക നിശ്ചയമുണ്ട്. തെസ്സലോനിക്യ ലേഖനം 1 അധ്യായം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വചനത്തിനകത്ത് ദൈവശക്തിയുണ്ട്, വചനത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, വചനത്തിനകത്ത് ദൈവിക നിശ്ചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? അതിനുള്ള മറുപടി ഇന്ന് രാത്രികാലം വചനം തരാൻ ആഗ്രഹിക്കുകയാ. വചനത്തെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? ഏതോ ഒരു ദൈവദാസൻ വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല, മറിച്ച് എന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ദൈവം തന്നെ ഇന്ന് സംസാരിച്ചുവെന്ന് ഹൃദയത്തിനകത്ത് വിശ്വസിച്ച് സ്വീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ആ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവഹിതമല്ലാത്തത് വചനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു കളയുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. വചനം നമ്മളെ മുറിക്കും, വചനം നമ്മുടെ മുറിവിനെ കെട്ടുവാൻ ഇടവരും. എന്തിനാണ് നമ്മളെ
വചനം മുറിക്കുന്നത് നമ്മളിൽ ദൈവഹിതമല്ലാത്ത ബലഹീന വശങ്ങളെ നീക്കിക്കളയുവാൻ വേണ്ടി. ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ബലഹീന വശങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കും. പ്രൈസലോ, പ്രത്യാശ ഇല്ലാത്തവരായി നമ്മൾ തീരും. സന്തോഷമുണ്ടെങ്കിലും അതിനൊക്കെ പരിധിയുണ്ട്. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങൾ, ഹല്ലേലൂയ, വളരെ വ്യക്തമായി വചനം പറയുന്നു, വെള്ളിക്കോ പൊന്നിനോ തരാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് വചന ഹൃദ്യമായിട്ട് ഹൃദയങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ കൊറോണ സാഹചര്യത്തിൽ നമ്മളൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാര്യമല്ലേ, നമ്മുടെ കൈവശം പണമുണ്ടെങ്കിലും, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും ആ പണം കൊണ്ടും പലരുടെയും ജീവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് വചന ഹൃദ്യമായിട്ട് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വെള്ളിക്കോ പൊന്നിനോ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിലുള്ള നാമത്തിലുള്ള വിശ്വാസത്താൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തമായിട്ട് വചനം ഇടപെടുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തലമുറകളോടുള്ള ബന്ധത്തിങ്കൽ, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിങ്കൽ നമ്മൾ പലതും കരുതി വച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പോലെ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിനെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലം വചനത്തിന് പറയുവാനുള്ളത്, നിങ്ങൾ കരുതി വെച്ച വെള്ളിക്കോ പൊന്നിനോ നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുക, ആ വെള്ളിക്കോ പൊന്നിനോ കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ആമേൻ അത് സംഭവിക്കുമെന്ന് വളരെ ശക്തമായിട്ട് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുടന്തനായ വ്യക്തി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പത്രോസും യോഹന്നാനും ആ വഴി വരുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. അവനെ എല്ലാവരും ചുമന്നുകൊണ്ടുവരുന്നു. അവൻ ദേവാലയത്തിന് മുമ്പിൽ ഇരിക്കുന്നു, ഭിക്ഷ ചോദിക്കുന്നു, ലഭിക്കുന്ന നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അന്നേ ദിവസം അവൻ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശരീരത്തിന് എന്തെങ്കിലും വിടുതൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് അന്ന് തൃപ്തിപ്പെട്ടു പോകുകയാ. നിലനിൽക്കുന്ന ഒരു സന്തോഷമോ നിലനിൽക്കുന്ന ഒരു വിടുതലോ ജീവിതത്തിനകത്ത് അവന് ലോകത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും വചനം ശക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ നേടിയാലും അത് നിലനിൽക്കുന്ന വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരത്തില്ല. നിലനിൽക്കുന്ന ഏതെങ്കിലും വിടുതൽ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ അത്ഭുതവും അടയാളങ്ങളും സംഭവിക്കുകയാ. മുടന്തനായ വ്യക്തി എഴുന്നേറ്റ് നടക്കുകയാ. അങ്ങനെ പുരുഷാരമെല്ലാം ആശ്ചര്യത്തോടുകൂടി പ്രൈസ് ദി ലോർഡ് പത്രോസിനെയും യോഹന്നാനെയും നോക്കുമ്പോൾ പത്രോസും യോഹന്നാനും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും ആശ്ചര്യത്തോടെ ഞങ്ങളെ എന്തിനാ നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ 3:13 വാക്യം, 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ആമൻ ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പോൾ ആമേൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച പത്രോസിലും യോഹന്നാനിലേക്കും എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. നമ്മളാണെങ്കിൽ ലഭിച്ച ഒരു അവസരം നമ്മുടെ പ്രസക്തിക്ക് വേണ്ടി, പ്രസക്തി
പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചേനെ. പ്രൈസലോ. എന്നാൽ പത്രോസും യോഹന്നാനും ആ ലഭിച്ച അവസരം അവരെ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുകയാ. പ്രൈസലോ. ഇന്ന് വചനം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. പ്രൈസലോ. ദൈവ പ്രവൃത്തി വെളിപ്പെടും. അതൊന്നും നമ്മുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഉള്ളതല്ല, മറിച്ച് അതിന് നടുവിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടിയാണെന്ന് വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട് പറയുക. ഇവിടെ ഒരു വലിയ ആത്മീയ ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യഹൂദ ജനം യേശുവിനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞു. ഒന്ന്, ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട്, അവനെ തള്ളിപ്പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ഏൽപ്പിച്ചു കൊടുത്തു, തള്ളിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രൈസ് ദി ലോർഡ് യഹൂദന്മാരുടെ വശത്തു നിന്ന്, പരീശന്മാരുടെ വശത്തു നിന്ന്, സദൂക്യരുടെ വശത്തു നിന്ന് പ്രവർത്തിച്ച പ്രവൃത്തിയാണ്. എന്നാൽ മറുവശത്ത് ദൈവം എന്താ ചെയ്തത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകം എന്താ ചെയ്യുന്നത്? ലോകം ഏൽപ്പിച്ചു കൊടുക്കും, ലോകം തള്ളിക്കളയും. ഹല്ലേലൂയ. ലോകം കൊന്നുകളയുവാൻ വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ദൈവം അവിടെ എന്താ ചെയ്തത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഹൃദയങ്ങളോട് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, പരിശുദ്ധനും നീതിമാനുമായവനെ അവര് തള്ളിക്കളഞ്ഞിട്ട് ഒരു കൊലപാതകനെ വിട്ടുതരണമെന്ന് അവര് ജയ് വിളിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ അതിനകത്തെ ആത്മീയർത്ഥം? പ്രാധാന്യതയുള്ള ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് അപ്രധാനമായ ഒരുവന് വേണ്ടി അവര് മുറവിളി കൂട്ടുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാ, പ്രാധാന്യതയുള്ള ക്രിസ്തു ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പുറത്ത്, ഹല്ലേലൂയ, അപ്രധാനമായ ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഓടുമ്പോൾ വചനം ഹൃദ്യമായിട്ട് നമ്മളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, പ്രാധാന്യതയുള്ള ക്രിസ്തുവിങ്കിലേക്ക് ദൈവജനം ഒരുമിച്ച് മടങ്ങി വരുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാധാന്യതയുള്ള ക്രിസ്തുവിനെ അവര് തള്ളിക്കളഞ്ഞിട്ട് അപ്രധാനമായ ഒരു കള്ളനു വേണ്ടി അവര് മുറവിളി കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവര് ഏൽപ്പിച്ചു കൊടുത്തു, അവര് തള്ളിക്കളഞ്ഞു, അവര് കൊന്നുകളഞ്ഞു. എന്നാൽ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുക, ലോകം ഏത് പ്രവൃത്തി ചെയ്താലും അതിന്റെ നടുവിൽ ദൈവത്തിന് ചെയ്യുവാൻ ഒരു പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ലോകം ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിയിട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ലോകം ഒരുപക്ഷെ നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് വരാം, നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് വരാം, നമ്മളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചെന്ന് വരാം. എന്നാൽ മറുവശത്ത് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. എന്നിട്ട് പത്രോസ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അറിയായ്മ കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല കാലം ഇനിയും വരേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവാൻ വേണ്ടി പറയുക. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട ഒരു ആത്മീയ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നഷ്ടപ്പെട്ട ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, വചന ഹൃദ്യമായിട്ട് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, അറിയായ്മകളുടെ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയ ആ വീഴ്ചകളെ ഇന്ന് രാത്രികാലം ദൈവം ക്ഷമിക്കുവാൻ തയ്യാറാ. ആരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് തിരിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടി ആശ്വാസത്തിന്റെ കാലങ്ങൾ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നു, എനിക്ക് ഈ അന്ത്യ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എന്റെ ആത്മീയ ജീവിതം പ്രാധാന്യതയുള്ള ക്രിസ്തുവിനെ മുൻ
മുൻനിർത്തി മുന്നോട്ട് പോകണം. അത് അപ്രധാനമായ വിഷയങ്ങൾക്ക് പിന്നാലെ ഓടുവാനുള്ളതല്ല, അതിനുവേണ്ടി എന്റെ ആയുസ് കളയുവാനുള്ളതല്ല. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പ്രാധാന്യതയുള്ള ക്രിസ്തു എന്റെ ജീവിതത്തിനകത്തുനിന്ന് ഉയരണം. പ്രൈസലോ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുവാൻ വിശ്വസനെന്ന് വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് പറയുക. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസും യോഹനാനും കൂടി വന്ന ജനത്തിന്റെ നടുവിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. പ്രസംഗം ഇതാണ്: മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്. പ്രൈസലോ, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ആധാരമാക്കിക്കൊണ്ട് അവര് പ്രസംഗിക്കുക. എന്നാൽ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെ വിശ്വസിക്കാത്ത സാധുക്യരും അപ്പോൾ തന്നെ ദേവാലയത്തിലെ പടനായകരും ഒക്കെ ഒരുമിച്ച് വന്നിട്ട് ഈ പ്രസംഗിക്കുന്ന പത്രോസിനെ യോഹനാനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം: എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സത്യവചനത്തെ പ്രസംഗിച്ച പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ ഇടുവാൻ ഈ ലോകത്തിന്റെ അധികാരികൾക്ക് കഴിഞ്ഞു. എന്നാൽ അവര് പ്രസംഗിച്ച വചനത്തെ ബന്ധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു അധികാരങ്ങൾക്കോ ശക്തികൾക്കോ കഴിഞ്ഞില്ല. വചനം വിശ്വസിച്ചവർ 5000-ഓളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5000-ഓളം ആയി എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും ഈ വചനം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ വചനം പ്രഘോഷിക്കുന്നവരെ തടഞ്ഞു വെക്കുവാൻ കഴിയും, അവരെ ബന്ധിക്കുവാൻ കഴിയും. എന്നാൽ പ്രസംഗിക്കുന്ന വചനം ഹല്ലേലൂയ ബന്ധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഏത് ഉദ്ദേശത്തോടെ വചനം വെളിപ്പെടുന്നു അതേ ഉദ്ദേശം ആ വചനം പൂർത്തീകരിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് കാണുവാൻ കഴിയും 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം തൊട്ടാണ്. അവിടെ പ്രമാണിമാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഒക്കെ യെരൂശലേമിൽ ഒരുമിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിൽ ഉള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മം നിറഞ്ഞവരായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവര് ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാര നിമിത്തം ഇവർ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പത്രോസിനോടും യോഹന്നാനോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഏത് ശക്തിയാൽ ഏത് നാമത്തില് ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും നിങ്ങൾ ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, പത്രോസ് അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ. ഇവിടെ ഒരു ആത്മീയ ചിന്ത ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുകയാ. ആത്മീയ ചിന്ത ഇപ്രകാരമാണ്: നിങ്ങൾ എന്ത് ചെയ്തു? ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. റോമൻ ഗവൺമെന്റ് വിധി പറഞ്ഞു ഇവനെ ക്രൂശിക്കുക എന്നുള്ളത്. ലോകം കൊടുക്കുന്ന അവസാനത്തെ വിധിയാണ് ക്രൂശ് എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. എന്താ ദൈവത്തിന്റെ പ്രവൃത്തി? മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാൻ ഇടവന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനം ശക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലോകം പറയുന്ന വിധിയല്ല അവസാനത്തെ വിധി. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഡോക്ടർമാർ നമ്മുടെ കയ്യിൽ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രോഗവിവരങ്ങളെ കുറിച്ചുള്ള അവരുടെ ഒരു വിധി ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിരാശപ്പെട്ട ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ അവരോട് ഹൃദയമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ലോകം പറയുന്നതല്ല അവസാനത്തെ വിധി. അതിനപ്പുറത്ത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. ആ പദ്ധതി വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിക്കുകയാ? യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തവനായിട്ട് ഹല്ലേലൂയ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു. നോക്കുക, വചന ഹൃദയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്.
പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാൽ ഇവര് പഠിപ്പില്ലാത്തവരും, വളരെ ശ്രദ്ധിക്കണം, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അവർ യേശുവിനോട് കൂടി ആയിരുന്നവർ എന്നറിഞ്ഞു. നോക്കുക, വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. പത്രോസും യോഹന്നാനും ഒന്നും വലിയ പഠിപ്പുള്ളവരൊന്നും അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരിലൂടെ വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ കാരണം അന്വേഷിച്ച് അവർ കണ്ടെത്തിയത് എന്താണ്? അവർ യേശുവിനോടുകൂടെ പാർക്കുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത്, നമ്മൾ ആരുടെ കൂടെയാണ് ഇന്ന് രാത്രികാലം പാർക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ സാന്നിധ്യത്തിനകത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ആമേൻ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിലൂടെയും ദൈവത്തിന് അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി അനേകരെ നേടുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് പറയുക. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നു. ഞാൻ ആമേൻ പറഞ്ഞു നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവരെ ആമേൻ പിടിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ അവരെ ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ നാമത്തിൽ പ്രസംഗിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ പത്രോസും യോഹന്നാനും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലവും വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് നാഗ്പൂരൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. ആമേൻ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ഈ എതിർപ്പുകളുടെ നടുവിൽ ഞങ്ങൾ നിൽക്കുന്നതിന് കാരണം ഞങ്ങളുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ട ഒരു വചനമുണ്ട്. ആമേൻ. അകത്തളങ്ങളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഞങ്ങൾ കണ്ടതും കേട്ടതും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ കുറിച്ച്, രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വചനം പറയുവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കണ്ടതും കേട്ടതും, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച്, ഹല്ലേലൂയ, അവനെ കുറിച്ച് മിണ്ടാതിരിക്കരുത്. അവനെ കുറിച്ച് പറയുവാൻ കഴിയുന്നവരോടൊക്കെ നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നു അവരുടെ കൈ കൊടുത്തിട്ട് പറയണം, നിങ്ങളുടെ വിഷയത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ആമേൻ. നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് പറയുവാൻ നമുക്ക് ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ മുമ്പിൽ ഒരു പ്രതികൂലം വന്ന് ഈ നാമത്തിൽ ഇനി പ്രസംഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവരെന്താ ചെയ്യുന്നത്? ആമേൻ. ഇവര് തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. വായിക്കണമെങ്കിൽ ആമേൻ 4-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു പോകാം. അവിടെ എഴുതിയിരിക്കുന്നത് അവർ കൂട്ടാളികളുടെ അടുക്കലേക്ക് വരികയാ. ആമേൻ. ഇവരുടെ ഭാരം പറയുക, ഇനി നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് ആമേൻ വിലക്കിയിരിക്കും. ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിന്റെ നാമത്തിൽ ശക്തിയോടെ ഞങ്ങൾക്ക് പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് അതിന്റെ 30-ാമത്തെ വേദഭാഗം, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് 31-ാമത്തെ വേദഭാഗം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം വളരെ വ്യക്തമായി വചനം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവര് ആമേൻ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഏത് കാര്യത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ധൈര്യത്തോടെ നിൽക്കുവാൻ വേണ്ടി അവർ ദൈവത്തോട് അപേക്ഷിച്ചുവോ, അതേ കാര്യത്തിനകത്ത് അവരെ ശക്തീകരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വചനത്തിന് ഒരു കാര്യം നമ്മുടെ ഹൃദയങ്ങളോട് പറയുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, മാനുഷികമായി ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ ഇടവരും, ബലപ്പെടുത്തുവാൻ ഇടവരും. ദൈവത്തിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ അത് നമ്മളെ സഹായിക്കുമെന്ന വചനം നമ്മുടെ ഹൃദയങ്ങളോട് ശക്തമായിട്ട് ആമേൻ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസും യോഹന്നാനും പോകുന്ന വഴിയിലൊക്കെ ആമേൻ രോഗികളെ കൊണ്ട് കിടത്തുകയും അവരുടെ നിഴലെങ്കിലും അടിച്ച് സൗഖ്യമാകുന്ന ഒരു രംഗം അവിടെ കാണുവാൻ ഇടവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ആമേൻ ഉയർത്തപ്പെടുന്നു, അത് വ്യാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഹല്ലേലൂയ, മഹാപുരോഹിതന്മാരും സാദൂക്യരും
ഒക്കെ എന്ത് ചെയ്തു? ആമേൻ, അസൂയ നിമിത്തം ഇവരെ പിടിച്ച് വീണ്ടും കാരാഗ്രഹത്തിനകത്തിടുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആമേൻ കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹത്തിൽ അവരെ ഇട്ടിട്ട് ആമേൻ 5-ാമത്തെ അധ്യായം അതിന്റെ 17 മുതലുള്ള വേദഭാഗങ്ങളാണ്. രാത്രിയിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത ദിവസം അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിൽ ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തെ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. നോക്കുക, ഇവരെ കാരാഗ്രഹത്തിൽ ഇട്ടു. കാരാഗ്രഹത്തിന്റെ വാതിൽ അടച്ചു, അത് പൂട്ടി. അതിന്റെ മുമ്പിൽ പ്രൈസലോ പടയാളികളെ നിർത്തി കാവൽ ചെയ്യുക. എന്താ സംഭവിക്കുന്നത്? രാത്രിയിൽ ദൈവത്തിന് ദൂതൻ അവിടെ വെളിപ്പെട്ടു. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുവാൻ അവരോട് പറയുക. പ്രൈസലോ. അടുത്ത ദിവസം കാരാഗ്രഹത്തിൽ ഇട്ടവർ വന്നു നോക്കുമ്പോൾ കാരാഗ്രഹം പൂട്ടിയിരിക്കുന്നു. പ്രൈസലോ. അതിന്റെ മുമ്പിൽ ഹല്ലേലൂയ പടയാളികൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അകത്തിട്ട പത്രോസും യോഹന്നാനും അതിനകത്തില്ല. പ്രൈസ് ദി. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ അത്ഭുതകരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ഇട്ടവർ ചിന്തിക്കുന്നത് എന്താണ്? ഇവര് കാരാഗ്രഹത്തിൽ ഉണ്ടെന്ന. എന്നാൽ ദൈവ പ്രവൃത്തി രാത്രിയിൽ സംഭവിക്കുകയാ. കാരാഗ്രഹത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ ദേവാലയത്തിൽ പോയി ദൈവവചനം പ്രസംഗിക്കുവാൻ വേണ്ടി പറയുക. അങ്ങനെയാണെങ്കിൽ വചനത്തിന് നമ്മുടെ ഹൃദയത്തോട് ഒരു ദൂത് പറയുവാനുള്ളത് പ്രൈസ് ദി ലോർഡ്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവസാനിക്കാത്തോടത്തോളം ഒരു കാരാഗ്രഹത്തിന് നമ്മളെ അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ഈ വചനത്തെ മനസ്സിലാക്കുവാനോ വചനത്തിന് മുമ്പാകെ ഒരു ആമേൻ പറയുവാനും കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ, നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ അവസാനിക്കാത്തോടത്തോളം ഒരു കാരാഗ്രഹത്തിന് നമ്മളെ അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രൈസ് ദി ലോർഡ് അവിടുത്തെ എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരു പ്രൈസ് ദി ലോർഡ് പരീശനായ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5:33 തൊട്ട് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഗമാലിയേലിന്റെ അടുക്കലേക്ക് ഈ വിഷയം വരിക. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ്. 2 വ്യക്തികളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് യൂദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം 400 പേരെ കൂട്ടിയിട്ട് താൻ മഹാൻ എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ ഗ്രൂപ്പ് അങ്ങ് ഇല്ലാതെയാകുവാൻ ഇടവന്നു. അതിനുശേഷമായിട്ട് യൂദ, ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റു. അവനും കുറച്ചാളുകളെ തന്റെ കൂടെ കൂട്ടി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതും ദൈവഹിതമല്ലാത്തത് കൊണ്ട് അതും അവസാനിച്ചു പോകുവാൻ ഇടവന്നു. ഈ 2 ഉദാഹരണം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ഈ ഗമാലിയേൽ പറഞ്ഞ വചനമാണ് നമ്മൾ ആദ്യം വായിച്ച 38-ാമത്തെ വാക്യം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ഈ വചനത്തിന്റെ ആഴം മനസ്സിലാക്കിയോ? ഹല്ലേലൂയ. ഈ ആലോചനയോ പ്രവൃത്തിയോ, ഈ ക്രിസ്തീയ മാർഗം, ഹല്ലേലൂയ, ഇത് മാനുഷികമാണെങ്കിൽ അത് തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവികമാണെങ്കിൽ അതിനെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സഭയോടുള്ള ദൈവത്തിന്റെ വചനത്തിന് ഇങ്ങനെ പറയുവാനുള്ളത് പ്രൈസ് ദി ലോർഡ്, ഈ കൂട്ടായ്മ ദൈവികമാണ്. ഹല്ലേലൂയ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് ഏത് സഭയാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ആരാധിക്കുന്ന കൂട്ടമാണോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണോ? ഹല്ലേലൂയ. ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ വന്നെന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്കൊരു ഉറപ്പ് തരികയാ, ഇത് ദൈവികമാണെങ്കിൽ ഇതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, 1-2 ചിന്തകൾ എടുത്തു പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് താൽക്കാലികമായ ഒരു വിടുതൽ കൊണ്ട് തൃപ്തിപ്പെടരുത്. നിലനിൽക്കുന്ന ഒരു വിടുതലുണ്ട്, അത് നിത്യതയാ. പ്രൈസ് ദി ലോർഡ്. താൽക്കാലിക വിടുതൽ ലോകത്തിൽ ലഭിക്കുന്നത് അത് സ്വർണവും വെള്ളിയും കിട്ടിയാൽ ആ താൽക്കാലിക വിടുതല. എന്നാൽ നിലനിൽക്കുന്ന വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാപിക്കേണ്ടത് ആദ്യ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. 2,
പ്രാധാന്യതയുള്ള ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് അപ്രധാനമായ വിഷയങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകരുത്. പ്രാധാന്യതയുള്ള ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പഠിപ്പോ വിവരമോ ഒന്നുമില്ലായിരിക്കാം, എന്നാൽ നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസലോ. ആമേൻ. നമുക്കെതിരെ കാരാഗ്രഹങ്ങൾ ഒരുങ്ങിയെന്ന് വരാം. പ്രൈസലോ. ആമേൻ. എന്നാൽ വചനത്തിന് പറയുവാനുള്ളത് കാരാഗ്രഹത്തിന് നടുവിലും ഇറങ്ങി വന്ന് ആമേൻ ദൈവം നമ്മളെ വിടുവിക്കുവാൻ ഇടവരും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്നുവരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അന്നുവരെ ഇവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസലോ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അവസരം നൽകിയ ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു വചന ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ സ്തോത്രം.